കുറുമ്പ്രാതിരിയുടെ കുറുമ്പകറ്റാൻ കരോലക്കിടാവിനെ കൊണ്ട് പണ്ട് 21,600 തേങ്ങ പിടിപിടയെ പൊട്ടിച്ചതിന്റെ ഓർമ്മയുടെ നേർസാക്ഷ്യമാണ് നാളികേരമുടക്കൽ അഥവാ തേങ്ങയേറ്. ഉത്തരമലബാറിൽ പൗരാണികമായി നിലകൊള്ളുന്ന ക്ഷേത്രമാണ് ഈ മഹിതസന്നിധി. സർവാഭീഷ്ടവരദായകരായ അഭിമാന്യ പ്രഭുക്കന്മാർ ഈ മണ്ണിലെത്തിയതിന് ഒരു കഥയുണ്ട്. മേലൂർ ദയരപ്പൻ എന്ന ഊർപ്പഴശ്ശി 36-ാം വയസ്സിൽ 64 കൊല്ലകൊന്ന് കുടിപ്പകസ്ഥാനം തീർത്തു. ഊരിൽ പിഴച്ച് ഊർപ്പഴശ്ശിയായി നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. തനിക്ക് കൂട്ടായി നല്ലൊരു ചങ്ങാതി വേണമെന്ന് കരുതി, അതും വാളും കയ്യും കനമുള്ള ചങ്ങാതി തന്നെ വേണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വാലിശ്ശേരി വാണപ്രഭു ശ്രീ വേട്ടക്കുരുമകനെ പോയി കാണുന്നത്. കാണാൻ പോയപ്പോൾ ആ സമയത്ത് വടക്കേപ്പടിക്കൊട്ടിലിൽ വെള്ളയും കരിമ്പിടവും വിരിച്ച് വഴക്കോലസ്ഥാനം വായിക്കുന്നു. ഊർപ്പഴശ്ശിയെ കണ്ടപ്പോൾ ദേവൻ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇരുവരും സഞ്ചരിക്കുവാൻ തീരുമാനവുമായി. അവിടെ നിന്നും രണ്ടുപേരും സഖ്യം ചെയ്തു. മേലാൽ നമ്മൾ ഇരുവരും ഉറ്റ ചങ്ങാതികളായിരിക്കും. 2 കിട്ടിയാൽ 1, 1 കിട്ടിയാൽ 1 മുറി എന്ന പോലെ എന്തും സമമായി വീതിക്കാമെന്നും തീരുമാനിച്ചു. വാരിക്കടത്തലയും ചൂരപ്പലിശയും വേട്ടക്കുരുമകനും വലതു കൈയിൽ ആയുധവും ഇടതു കൈയിൽ ഔഷധവുമായി ഊർപ്പഴശ്ശിയും യാത്ര തിരിച്ചു. എവിടെ നിലനിന്നാലും മേൽമാടവും ഭണ്ണാരവും വേട്ടക്കുരുമകനും കീഴ്മാടത്തിങ്കൽ പൂവും നീരും ഊർപ്പഴശ്ശിക്കും. കുറ്റയും വെടിയും ഉച്ചവെള്ളാട്ടവും സംക്രാന്തിയും ഇരുവരും തുല്യമായി സ്വീകരിച്ചു. അങ്ങനെ ഇരുവരും തെക്കുനിന്ന് വടക്കോട്ടേക്ക് കൈയെടുത്തു. നായരായി പുറപ്പെട്ടു നാളികേരം തകർപ്പാൻ നാളിമൂന്ന് 21,000 നെൽ തേങ്ങയും പൊടുപടയിടി പോലെ തകർത്താടി വരുമ്പോൾ പൊടിപടവിടിയും നല്ലിളഞ്ചേ കോർക്കളിയും കൂർത്താൽ അത്ര കീർത്തിയേറും വാലുശ്ശേരിക്കോട്ടയിൽ വാഴും വേട്ടക്കുരുമകൻ തുണക്കേണം നമുക്കേ. വീരശൂരപരാക്രമിയായ ആ ശിവവിഭൂതിയെ ഭാവത്തിനൊത്ത രൂപത്തോടുകൂടി തിറയായി കൊണ്ടാടുന്ന പവിത്ര സന്നിധിയാണിത്. പീലിമുടി ശിരോലങ്കാരമാക്കി കട്ടാരം പുള്ളി മുഖത്തെഴുത്തും കരിന്താടിയും മീശയുമായി അടുക്കും ഞാലിയും ചേർന്ന ഉടുപ്പോടെ പ്രൗഢിയും പരാക്രമവും ഉറയുന്ന മുഖവുമായി നടനമാടുന്ന ദേവനാണ് ശ്രീ വേട്ടക്കുരുമകനീശ്വരൻ. നീലമാല, പച്ചമാല, പവിഴമാല, നിറം പെരിയ പട്ടുചൊട്ട കട്ടാരം പീലിമുടിയാഭരണമണിഞ്ഞതിന്റെ അകമലരും പുറപടിയും കുടിലും നോക്കും ആര്യന്ന മഹാവ്യാധിയൊക്കെ ഒഴിച്ച കാലകാല പെരുമാളെ ഗുണവാൻ ഊർപ്പഴശ്ശി ദൈവം തുണ നമുക്കേ എന്ന് കൈതാങ്ങിത്തോറ്റത്തിൽ വാഴ്ത്തുന്ന ദേവനാണ് സാക്ഷാൽ ഊർപ്പഴശ്ശി ദേവൻ. ശൈവ വൈഷ്ണവ സമന്വയമായ ഈ ദേവന്മാരുടെ കാരുണ്യമൊന്നു മതി ഈ ജീവിതം സഫലമാകാൻ. എല്ലാ ഭക്തജനങ്ങളെയും അഭിമാന്യ പ്രഭുക്കന്മാർ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വേട്ടക്കുരുമകനീശ്വരന്റെ അവതാര മഹാത്മ്യകഥ ഇങ്ങനെയാണ്. അർജുനൻ പാശുപതാസ്ത്രത്തിനായി ശിവനെ തപസ് ചെയ്തു. തപസ്യയെ പരീക്ഷിക്കുന്നതിന് പാർവതീ പരമേശ്വരന്മാർ വേട്ടക്കാരുടെ, അതായത് കാട്ടാള രൂപം ധരിച്ചു. കാടിളക്കി നായാടി വരികയായിരുന്ന കിരാതരൂപികളിൽ ശിവൻ ഒരു പന്നിയെ അമ്പെയ്തു. അമ്പേറ്റ് അർജുന സമീപത്തോടുകൂടി ഓടുകയായിരുന്ന പന്നിയെ തപസ്സുണർന്ന പാർത്ഥനും അമ്പെയ്തു. അമ്പിനെ ചൊല്ലി അർജുനനും അംബികാപതിയും തമ്മിൽ തർക്കമായി. തർക്കം എത്തിച്ചേർന്നത് യുദ്ധത്തിൽ. പൊരിഞ്ഞ യുദ്ധം. പാർത്ഥന പരമേശ്വരനെ എടുത്തെറിഞ്ഞു. ബോധം കെട്ട് വീണ അർജുനൻ ബോധം വന്നപ്പോൾ പരമേശ്വരനെ പ്രാർത്ഥിച്ചു. മണ്ണുകൊണ്ട് ശിവലിംഗമുണ്ടാക്കി കയ്യിൽ കിട്ടിയ ഇലകളാൽ പൂജിച്ചു. ഇലകൾ കാട്ടാള ദമ്പതികളിൽ പതിക്കുന്നത് അർജുനൻ കണ്ടു. സൂക്ഷിച്ചു നോക്കി. അപ്പോൾ കണ്ടത് പത്നി സമേതം നിൽക്കുന്ന തന്റെ ഉപാസനാമൂർത്തിയെ. അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ചു മാപ്പപേക്ഷിച്ചു. ശിവൻ സന്തുഷ്ടനായി പാശുപതാസ്ത്രവും കൊടുത്തു. എന്നാൽ ഗിരിജാഗിരീശന്മാർ കുറെ കാലത്തേക്ക് യഥാർത്ഥ രൂപം ധരിച്ച് കൈലാസത്തിലേക്ക് മടങ്ങിയില്ല. കാട്ടാള വേഷത്തിൽ തന്നെ സഞ്ചരിച്ചു. നാടും നഗരവും കാടും തോടുമെല്ലാം അവരുടെ സഞ്ചാരത്തിന് വിധേയമായി. തികഞ്ഞ മാനസികോല്ലാസത്തോടെ കഴിയുമ്പോൾ സുധാനദീ ജലോപാന്തത്തിന്റെ നനഞ്ഞ മണൽത്തിട്ടയിൽ പിറന്ന പൊന്മകനാണ് വേട്ടക്കുരുമകനായി മാറിയത്.